സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി എത്ര ദിവസം തുടരുമെന്ന് ഇപ്പോൾ വ്യക്തമായി പറയാനാകില്ലെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കാലാവസ്ഥയിലെ അപ്രതീക്ഷിത വ്യതിയാനങ്ങൾ പ്രതിസന്ധി രൂക്ഷമാക്കി. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിൽ വലിയ വർധനയുണ്ടായിട്ടുണ്ടെന്നും ജലസംഭരണികളിൽ ഗണ്യമായ തോതിൽ വെള്ളം കുറഞ്ഞതും ഉൽപാദനത്തെ ബാധിച്ചെന്നും മന്ത്രി പറഞ്ഞു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങിയ വൈദ്യുതി നിലവിൽ തിരികെ നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും അതും ലഭ്യതയെ ബാധിക്കുന്ന ഘടകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ ദീർഘകാല വൈദ്യുതി വാങ്ങാൻ കരാറുകൾക്ക് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ വർഷം നമുക്ക് ആവശ്യമായിരുന്നത് 3500 മുതൽ 3600 വരെ മെഗാവാട്ട് വൈദ്യുതി ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 1000-ലധികം മെഗാവാട്ട് 4600 മുതൽ 4800 വരെ മെഗാവാട്ടായിട്ട് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ വർധന വന്നിട്ടുണ്ട്. എന്നാൽ ഉൽപ്പാദനം കഴിഞ്ഞ വർഷം 45 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം 17-18 ദശലക്ഷം യൂണിറ്റായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. കാരണം വെള്ളത്തിൻ്റെ ലഭ്യത വല്ലാതെ കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ജലസംഭരണികളിലെ ജലനിരപ്പ് 60% ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് പകുതിയിൽ താഴെ 28% കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപ്പാദനത്തിലെ വലിയ കുറവ്, ഉപഭോഗത്തിലെ വലിയ വർധനവ്, ഇതാണ് പ്രതിസന്ധിയുടെ കാരണം. പിന്നത്തെ ഒരു കാര്യം, നമ്മളുടെ ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ നല്ല വേനലുണ്ടായ സമയത്ത് നമ്മൾ ജൂൺ പകുതിക്ക് ശേഷം മഴ കിട്ടുമെന്ന പ്രതീക്ഷയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങിയിരുന്നു. ആ കടം വാങ്ങിയത് നമ്മളിപ്പോൾ തിരികെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും തിരികെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രയാസങ്ങൾ.